തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 132 എങ്കിൽ സംഖ്യകളേവ. മക്കളെ ശ്രദ്ധിച്ചോണേ, ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ ഒരു ടെക്നിക്കുണ്ട്, മറന്നു പോകരുത് കേട്ടോ. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് സംഖ്യകൾ കാണാൻ ചോദിക്കാം, അതിലെ ചെറിയ സംഖ്യയോ വലിയ സംഖ്യയോ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചോദിക്കാം. അപ്പോൾ തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം തന്നിട്ട് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട മക്കളെ. വ്യത്യാസം തന്നിട്ടുണ്ടല്ലോ, ആ വ്യത്യാസത്തെ നിങ്ങൾ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? വ്യത്യാസത്തെ എപ്പോഴും ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട്. അപ്പോൾ എത്ര കിട്ടും നോക്കുക. 13-ൽ 4 എത്ര തവണ? 3 തവണ. 12-ൽ 4 എത്ര തവണ? 3 തവണ. 33 കിട്ടും. ആണോ? യെസ്. ഈ 33നോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഇരട്ട സംഖ്യകളായിരിക്കും ഉത്തരങ്ങൾ. അതായത് 32-ഉം 34. 32-ഉം 34. സോ ആൻസർ ഓപ്ഷൻ ഡി. ഇതാണ് ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഓർത്തിരിക്കണേ, എൻ്റെ എക്സാമിന് ഞങ്ങളിത് എങ്ങനെ ഓർക്കും? മക്കളെ, നമ്മൾ ഈ ചോദ്യം അങ്ങ് പഠിക്കുക ചെയ്യണേ. ഇത്തരം ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ പലതവണ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ചോദ്യം മൈൻഡിൽ കാണും. എക്സാമിന് പോയിരിക്കുന്ന സമയത്ത് ഈ ചോദ്യം കാണുമ്പോൾ ഇത് നമ്പേഴ്സ് നമ്മൾ പഠിച്ചതാണല്ലോ, ഇതിന് ട്രിക്ക് സാറ് പറഞ്ഞു തന്നായിരുന്നല്ലോ എന്നോർത്ത് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ നിയമം ഇരട്ട സംഖ്യകൾക്കും ഒറ്റ സംഖ്യകൾക്കും ബാധകമാണ്. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകളുടെയെന്നോ ഒറ്റ സംഖ്യകളുടെയെന്നോ പറഞ്ഞു വരാം, വർഗ്ഗങ്ങളുടെ വ്യത്യാസം തരും, എന്നിട്ട് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എപ്പോഴും വ്യത്യാസത്തെ ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന സംഖ്യകളോട് ചേർന്ന് കിടക്കുന്ന ഇരട്ട സംഖ്യകളായിരിക്കും ഉത്തരം. ടെക്നിക്ക് മനസ്സിലായല്ലോ? ക്ലിയർ ആണ്. വ്യത്യാസം ബൈ 4, അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അതൊരൊറ്റ സംഖ്യയായിട്ട് കിട്ടത്തുള്ളൂ. അതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ട് ഇരട്ട സംഖ്യകളായിരിക്കും ഈ സംഖ്യകൾ. ഓക്കെ, മറക്കരുത്, ശ്രദ്ധിച്ച് ചെയ്തോണം. ഈ നിയമം എവിടെയും ബാധകമാണ്. തുടർച്ചയായ രണ്ട് ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാലും തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാലും വ്യത്യാസത്തെ ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. ഇതുപോലെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഫ്രീ ആയിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം ചെയ്തോളുക. ചെയ്തിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഓരോ എക്സാമുകൾക്കും ആവശ്യമായ മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കണ്ട. LDCക്ക് വേണ്ടിയുള്ളതുണ്ട്, VFAക്ക് വേണ്ടിയുള്ളതുണ്ട്, LPUP ഉണ്ട്, LGS ഉണ്ട്, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതുണ്ട്, 10th ലെവൽ 12th ലെവൽ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് തിരിച്ച് മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ മിസ്സാക്കരുത്, മറക്കണ്ട. ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. താങ്ക്